ഹായ്, ഞാൻ ഡോക്ടർ അർച്ചന. പ്രോട്ടീൻ ഡയറ്റിലാണോ നിങ്ങൾ? മുളപ്പിച്ച പയറും മുട്ടയും എല്ലാം കഴിച്ചിട്ടും ഒന്നും അങ്ങോട്ട് ഏൽക്കുന്നില്ല അല്ലെ? ഇതൊക്കെ ദഹിക്കാറുണ്ടോ എന്ന് ആലോചിക്കാറെങ്കിലും ഉണ്ടോ? കമ്പാരിറ്റീവ്ലി കാർബോഹൈഡ്രേറ്റിനേക്കാളും കൂടുതൽ സമയവും അതുപോലെ കൂടുതൽ ഡൈജഷൻ പവറും ആവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പ്രോട്ടീൻ. പ്രോട്ടീൻ ഡൈജസ്റ്റ് ആവാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ പ്രോട്ടീൻ ഇൻടേക്ക് നന്നായി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഡൈജസ്റ്റീവ് ഫയർ നിർബന്ധമാണ്. ആയുർവേദ പ്രകാരം റെഡ്യൂസ്ഡ് ഡൈജസ്റ്റീവ് ഫയർ ആണ് നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും കാരണമെന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ഡൈജഷന് അഥവാ അഗ്നിദീപനത്തിന് ആയുർവേദം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പ്രോട്ടീൻ ഡയറ്റ് എടുക്കുന്നവരോട് മാത്രമല്ല കേട്ടോ, ഇത്രയും ടാബ്ലറ്റ്സ് കഴിച്ചിട്ടും എന്റെ അസുഖം മാറുന്നില്ലല്ലോ, ഇത്രയും വിറ്റാമിൻ ടാബ്ലറ്റ്സ് കഴിച്ചിട്ട് എനിക്ക് അതിന്റെ എഫക്റ്റ് ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്നവരോടും കൂടിയാണ്. ഇതൊക്കെ ദഹിക്കണ്ടേ, എങ്കിൽ എന്റെ ഫലം തരാൻ കഴിയും. ഇനി ഡൈജഷൻ കുറവാണ് എന്ന് എങ്ങനെ അറിയാം? നമുക്ക് ബ്ലോട്ടിങ് വരുന്നത്, ഗ്യാസ് ട്രബിൾ വരുന്നത്, അതുപോലെ വിശപ്പ് ഇല്ലായ്മ, അതുമൊക്കെ ഡൈജഷൻ കുറവാണ് എന്നുള്ളതിന്റെ സിംറ്റംസ് ആണ്. നമ്മൾ പണ്ട് മുതലേ ആഹാരത്തിൽ ഉപയോഗിക്കുന്ന ഇഞ്ചി, ജീരകം, വെളുത്തുള്ളി, കറുവപ്പട്ട ഇങ്ങനെയുള്ള ഘടകങ്ങളൊക്കെ നമുക്ക് രുചിക്ക് വേണ്ടി മാത്രമല്ല, ഇത് നമ്മുടെ ഡൈജഷൻ എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ചൂടുവെള്ളം കുടിക്കുന്നതും നമുക്ക് ഡൈജഷൻ എൻഹാൻസ് ചെയ്യാനുള്ള ഒരു ചെറിയ ടിപ്പായിട്ട് കാണാം. പിന്നെ നമ്മുടെ അയമോദാസത്തും ഡൈജഷൻ നന്നായിട്ട് കൂടുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സ് ഫോളോ ചെയ്താൽ തന്നെ നമുക്ക് ഡൈജഷൻ ഇഷ്യൂ കൂടുതൽ ഓവർകം ചെയ്യാനും അതുപോലെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസിൽ നിന്ന് അകന്നു നിൽക്കാനും സാധിക്കും.